ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ നല്ല മനോഹരമായ ഒരു പ്രഭാതം, നല്ല മഴയുമാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് പറയാൻ പോകുന്നത്, ഓരോ ദിവസവും ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞത് സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയായിരുന്നു, മനസ്സിലായോ? എന്നാ ഇപ്പൊ പറയുന്നത് ജേണി ത്രൂ ദ ഇംപോസിബിൾ. ജേണി ത്രൂ ദ ഇംപോസിബിൾ. അത് എഴുതിയത് ക്രിസ് നിക്കോസ് എന്ന് പറഞ്ഞ ആരാ? ക്രിസ് നിക്കോസ്. അന്നേരം ഇത് ആരാന്ന് ഇത് സംഭവം എന്താന്ന് ചോദിച്ചാൽ, ഈ ക്രിസ് നിക്കോസ് എന്ന് പറഞ്ഞ നിക്കേസ് എന്ന് പറഞ്ഞ ആള് വളരെ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഉള്ള ഒരാളാണ്. അതായത് ഡൗൺ സിൻഡ്രോം ബാധിച്ച ഒരാളാണ് ഈ മനുഷ്യൻ. നമുക്കറിയാം, നമ്മുടെ ഈ അനാഥാലയത്തിൽ പോത്തില്ല നമ്മളവിടെ കിഴക്കേ തെരുവില്, അവിടെ അത്തരത്തിലുള്ളവരുണ്ട്. മെന്റലി ഒരു റിട്ടാർഡ് പോലെ, അതായത് പഠന വൈകല്യങ്ങളുള്ള, അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റത്തില്ലെന്നല്ല അതിനൊന്നും അർത്ഥം. നമ്മളെപ്പോലെ തന്നെ വലിയ അല്ലെ മുഖമൊക്കെ ഒന്ന് ഇച്ചിരി ചുരുങ്ങി, ഫ്ലാറ്റ് മൂക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടം അതുപോലുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെയാണ് വരാൻ പറ്റുന്നത്? ഓക്കെ, ഒരു ഫോൺ വന്നതാ. അപ്പം എന്ത് ചെയ്യണം? നമ്മള് കുറെ പോയിന്റ്സ്, അന്നേരം അദ്ദേഹത്തിന്റെ വിജയത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ മനസ്സിലാക്കാൻ. ഞാൻ എന്നും പറയുന്ന ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അപ്പൊ ഇത് നിങ്ങളോട് പറയുന്നെങ്കിലും സമൂഹത്തോടുകൂടെയാണ് പറയുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഈ പറയുമ്പോൾ, ഈ നടക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറയൂ. ഒന്ന്, കേൾക്കുന്ന ജനം രാവിലെ ഇത് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് ഒരു ഉന്മേഷം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ജേർണി ത്രൂ ദ ഇംപോസിബിൾ എന്ന് പറയുമ്പോൾ അസാധ്യമായതിനെ നേടിയെടുക്കുന്ന ഒരു യാത്ര. മനസ്സിലായോ? അസാധ്യമെന്ന് സമൂഹം വിധിച്ച ജീവിതം ക്രിസ് നിക്ക് എന്ന് പറയുന്ന ആള് എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അയാൾ ഒരിക്കലും ഇത് അസാധ്യമാണെന്ന് കരുതിയില്ല. പഠിച്ച ഒന്നാമത്തെ പോയിന്റ്, അയാൾക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ട് എങ്കിലും അയാൾ എന്ത് കരുതിയില്ല? മറ്റുള്ളവർ എന്നെ അതായത് സമൂഹത്തിൽ ഇനി ഉയർന്നു വരാൻ കഴിയാത്ത ഒരു സമൂഹത്തിലെ സാധാരണ മനുഷ്യനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കുറവുള്ളൊരു മനുഷ്യനായി അവർ കാണുകയാണ് ഈ ഡൗൺ സിൻഡ്രോം. മനസ്സിലാവുന്നു? അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അയാൾ ഇത് എന്ത് ചെയ്യുന്നില്ല? അയാൾ ഇത് അങ്ങനെ ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. മനസ്സിലായോ? അയാൾ 100% എന്തു ചെയ്യും? അയാൾ വിജയിക്കാൻ തന്നെ നിൽക്കുക. മനസ്സിലായോ? സാധാരണ ജീവിതം നയിക്കാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുമ്പോൾ നീ എങ്ങനെ തീരുമാനിക്കുന്നു? അതാ പ്രധാനം. മറ്റുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും തീരുമാനിക്കാം. ഇവിടെ ഒറ്റ സൈക്കോളജി ആയവരെ നമ്മൾ ഇവിടെ വർക്കൗട്ട് ചെയ്യണം. ഒറ്റ കാര്യം നമ്മൾ ഫോക്കസ് ചെയ്തോണം. 1% ബെറ്റർ എവറി ഡേ. എന്തോ നമ്മുടെ അറ്റോമിക് ഹാബിറ്റ് പോലെ. അറ്റോമിക് ഹാബിറ്റ് എന്താ പറയുന്നത്? 1% നമ്മൾ എന്ത് ചെയ്യണം? 1 മിനിറ്റ് മാനേജർ പറയുന്നത് പോലെ ഒക്കെ എന്താണ് സ്പെൻസർ ജോൺസന്റെ പുസ്തകം, അതുപോലെ തന്നെ അവരെല്ലാം പറയുന്നത് എന്താണ്? ഒരു ദിവസം 1% മാറുക. ഏതിൽ നിന്ന്? പഴയതിൽ നിന്ന്. മനസ്സിലായോ? 1% ബെറ്റർ എവരി ഡേ. മനസ്സിലായോ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, വലിയ വിജയമൊന്നും ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റത്തില്ല. വലിയ വിജയം ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ വിജയങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് വലിയ വിജയം എന്ന് പറയുന്നത്. മനക്കോ? ഇല്ല. ചെറിയ ചെറിയ വിജയങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് വലിയ വിജയം എന്ന് പറയുന്നത്. സംശയമുണ്ടോ? നോ. അപ്പോ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, വലിയ വിജയങ്ങൾ ഒരു ദിവസം കൊണ്ട് വരില്ല. പഠിച്ചോ? വലിയ വിജയങ്ങൾ ഒരു ദിവസം കൊണ്ട് വരില്ല. നമ്മൾ ഇന്ന്, അതായത് ഇന്നലെ, മനസ്സിലായോ? നമ്മൾ ചില കാര്യം പഠിച്ചു. കുഞ്ഞുങ്ങൾ ഇന്നലെ ഒരു കാര്യം പഠിച്ചു, അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് എന്തറിവ് നേടി. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പം there is a comparison. ഉണ്ടോ? ഉണ്ട്. സമൂഹം നിങ്ങളോട് പറയുന്നു ആരെയും കമ്പയർ ചെയ്യരുത് എന്ന്. പക്ഷെ പപ്പ പറയുന്നു കമ്പയർ ചെയ്യണം. ആരോട്? നിങ്ങളോട് നിങ്ങൾ കമ്പയർ ചെയ്യണം. മനസ്സിലായോ? നിങ്ങളുടെ ഇന്നലെ എങ്ങനെ ആയിരുന്നെന്ന് ഇന്ന് കമ്പയർ ചെയ്യണം. മനസ്സിലായോ? ഇന്നലത്തതിൽ നിന്ന് ഞാൻ എത്ര % ചേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ എത്ര സ്റ്റെപ്സ് മുന്നോട്ട് വെച്ചു. വേണോ? വിജയം അങ്ങനെ വരും മക്കളെ. മനസ്സിലായോ?
നിങ്ങൾ IASന്റെ ആ കോച്ചിങ് ക്ലാസ്സിൽ പോയപ്പോ അവർ പറഞ്ഞത് എന്തുവാ? ഡെയിലി ന്യൂസ് പേപ്പർ. മനസ്സിലായോ? ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം VD സതീശൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നല്ലോ. അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഓരോ ഇന്നോവേറ്റീവ് വരുന്നതായ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പൊ 30 ദിവസത്തെ ഒരു അവരുടെ ഒരു വാല്യുവേഷൻ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ബട്ട് വൈ ഹൗ? ത്രൂ റീഡിങ്, എവരിഡേ റീഡിങ്. നിങ്ങൾക്കറിയാം ഇന്നലെ എന്താ സംഭവിച്ച അയാളെ, ഇന്നെന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരത്തില്ല. ഐഡിയ മനസ്സിലായോ? താരതമ്യം ചെയ്യുന്നത് മറ്റുള്ളവരുമല്ല, നിങ്ങളുമായി മാത്രമേ ആകാവൂ. മനസ്സിലായോ? വ്യക്തിപരമായ വളർച്ച. ഇന്നലേക്കാൾ ഞാൻ ഇന്ന് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ബെറ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായോ? അപ്പൊ വേറൊരു കാര്യമുണ്ട്. ഒരിക്കലും എന്ത് സംഭവിച്ചാലും എനിക്ക് കഴിയില്ല എന്നൊരു വാക്ക് പറയരുത്. ഗിരീഷ് പറയാം. നമസ്തേ ഗിരീഷ്. കേട്ടോ? എന്താ? ഒരു കാരണവശാലും എനിക്ക് കഴിയില്ലെന്ന് പറയരുത്. എനിക്ക് കഴിയില്ല എന്ന ഒരു കാര്യം നിങ്ങളുടെ വാ കൊണ്ട് പറഞ്ഞ, എനിക്ക് വയ്യ, നടക്കാൻ നേരം ഞാൻ പറയുവോ, അമ്മ പറയുവോ, അല്ലെ നിങ്ങൾ പറയുവോ എനിക്ക് വയ്യ, ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നതല്ല, നിങ്ങളുടെ അകത്തുനിന്ന് വരുന്നതാ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മുടെ ഉള്ളിൽ ഇത് ഇങ്ങോട്ട് കത്തുന്നതിന് എന്തോ ചെയ്യണ മതി? നമ്മളങ്ങ് കത്തിച്ചാൽ മതി. ഐഡിയ കിട്ടിയോ? അപ്പം വൈകല്യമുള്ള മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഉണ്ടോ? ഉണ്ട്. ഈ ഡൗൺ സിൻഡ്രോം സംഭവിച്ചവർ നമ്മുടെ നാട്ടിലുണ്ടോ? ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അയാള് പറയുവാ അയാള് ശാരീരിക വൈകല്യം ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിക്കി വിച്ചുച്ച്, അദ്ദേഹത്തിന് കയ്യും ഇല്ല, കാലും ഇല്ല, ഒന്നുമില്ല. ലോകത്തെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കറാണ്. അയാൾ പറഞ്ഞു ഇല്ലാത്തതിനെ പറ്റി ഞാൻ എന്തിനിടെ ചിന്തിക്കുന്നത്? ഉള്ളതിനെ പറ്റി കൊണ്ട് അവന്റെ നാക്കിനെ പറ്റി അവൻ ചിന്തിക്കാൻ തുടങ്ങി, അവൻ വെച്ചലക്കാൻ തുടങ്ങി. മനസ്സിലായോ? വിജയിച്ചാണ്ടോ? അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാ, ഇങ്ങനെയുള്ള അംഗവൈകല്യങ്ങൾ സംഭവിക്കാം. ഇങ്ങനെ ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ജന്മനാ വരുന്നതാ, അല്ലാതെ വരുന്നതല്ല. അപ്പൊ ഈ ജന്മനാ വരുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഇനി അവന് മാറ്റാൻ പറ്റുമോ? അതിനെ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടുന്ന് വിജയിക്കുമ്പോൾ ലോകം കൂടുതൽ അംഗീകരിക്കും. മനസ്സിലായോ? അപ്പം വൈകല്യത്തെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാം? മനോബലം കൊണ്ട് തോൽപ്പിക്കാം. എങ്ങനെ? പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ഒരു വാക്ക് സ്വപ്നത്തിൽ പോലും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ക്യൂസ് കിട്ടിക്കഴിഞ്ഞു. മനസ്സിലാവുന്നോ? മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കി വെച്ചോണം. അതങ്ങനെയുള്ളു. അടുത്ത എന്താന്ന് ചോദിച്ചാ, ഈ പിന്തുണയ്ക്ക് വലിയ ശക്തിയാണ്. അതായത് ഞാനിപ്പം എഴുന്നേറ്റ് രാവിലെ, ഇപ്പൊ ഞാൻ അതിരാവിലെ എഴുന്നേറ്റു, എന്റെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മ എന്നോട് പറയും, കൊച്ചുങ്ങളെ വിളിച്ചാലോ? എത്ര മണിക്കാ? 5 മണിയാകുമ്പോഴേ നിങ്ങളെ വിളിക്കുന്നേ. മനസ്സിലാവുന്നു? അന്നേരം നിങ്ങൾ 5:30 എഴുന്നേക്കൂ. അപ്പം നിങ്ങൾക്ക് എന്തോ കിട്ടുന്നത്? എന്നിൽ നിന്ന് പിന്തുണ കിട്ടി. നിങ്ങൾക്ക് മറ്റേ ഫ്യൂവൽ ഇതുവരെ വന്നില്ല, സ്വയമായി കത്തിക്കാനുള്ള സാധനം വന്നില്ല. ആ അലാറം, സത്യത്തിൽ ആ ഫോണിന്റെ അലാറം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫോൺ. എടേ, ഏത് മണ്ടനും അങ്ങനല്ലേ? ബൈബിള് പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ അല്പം കൂടി ഉറങ്ങാന്ന് വിചാരിച്ചോണ്ട് ഞങ്ങളാരും എഴുന്നേക്കത്തില്ലെന്നോ? എടാ, ഞങ്ങളാരും എഴുന്നേക്കത്തില്ലെന്നോ? അടുത്ത അടി. എന്തോ സംഭവം എന്നറിയാം? എടാ, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ആലോചിച്ചോണം. നമ്മളിപ്പോ ഇതെന്തോന്നറിയാമോ? നീ ഒന്നാമത് മുന്നേ പോയിട്ട് എക്സ്ക്യൂസ് പറഞ്ഞു. എന്തോ പറഞ്ഞു? പപ്പയെ എഴുന്നേക്കത്തില്ലല്ലോ. പപ്പ എഴുന്നേക്കുന്നോ ഇല്ലയോ എന്ന് കാണാൻ നീ എഴുന്നേറ്റിട്ടുണ്ടോ? എവിടെ? അല്ല, എനിക്ക് ചുമ്മാ ഈ പറയുന്നത്. ഞാനിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യവന്മാര് മൂലം ഞാൻ 11 മണിക്ക് അങ്ങനെ ഉറങ്ങിയ നിങ്ങൾ മിണ്ടായിരുന്നാ മതി കേട്ടോ. എനിക്ക് എന്റെ ജീവിതത്തെ പറ്റി കൃത്യമായ പ്ലാനിങ്ങാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ദിവസം ഇന്നത് ചെയ്യണ്ടെന്ന് തോന്നിയാൽ ചെയ്യത്തില്ല. മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മൈൻഡ് ആണെങ്കിൽ ചെയ്യത്തില്ല. അത് മനസ്സിലായോ? എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഞാൻ അതിനകത്ത് എക്സ്ക്യൂസ് കൊടുക്കത്തില്ല. എടാ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് സ്വഭാവം മാറ്റിയെടുക്കാൻ 5-6 വർഷമേ. ഞാൻ ഈ 2017 മുതൽ ഒരു 2024 വരെ കട്ടയ്ക്ക് 3:30-ക്കൊക്കെ എഴുന്നേറ്റ് ഞാൻ സ്വഭാവത്തെ മാറ്റിയെടുത്തവനെ. എൻ്റെ കോശങ്ങളെ ഞാൻ മാറ്റിയതാ.
അതുകൊണ്ട് ഇനി എൻ്റെ മണ്ടയിലൊന്നും ഇതൊന്നും പതിവിക്കത്തില്ല. മനസ്സിലായോ? എനിക്കിപ്പോൾ റീസൺ വന്നാൽ നേരം വെളുത്തുന്ന രാത്രി ഇരുന്ന് നേരം വെളുക്കുന്നവരെ എൻ്റെ കാര്യം ഞാൻ ചെയ്ത് ക്ലിയർ ചെയ്യും. ഇപ്പോഴായാലും ഈ നടക്കുന്ന തന്നെ ഞാൻ ചിന്തിക്കുന്ന നിങ്ങൾ ചിന്തിച്ചോണം. ഇത് എനിക്കിത് പറയുമല്ല, ഞാൻ നടന്നില്ലേ നീയൊന്നും നടക്കില്ല. മനസ്സിലായോ? അത് പറയുന്ന അതെന്താ വിഷമം തോന്നണ്ട. കാരണം എന്താ, നിങ്ങളിൽ ആ ഒരു തീഷ്ണത വന്നില്ല. നീ ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. മനസ്സിലായോ? നിനക്ക് ആ തീഷ്ണത നിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ല. അത് വന്നാൽ എന്താണെന്നറിയാം, നീ മരിച്ചു എഴുന്നേക്കും 4 മണിയാകുമ്പോൾ. നിനക്ക് IAS ആവണമെന്നോ IPS ആവണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇന്നതുപോലെ ഒരു കാര്യം ആലോചിക്കണം. ഒരു പ്രൈം മിനിസ്റ്ററോ ഒരു മുഖ്യമന്ത്രിയോ എഴുന്നേക്കണോ ആവണമെന്നുണ്ടെങ്കിൽ ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പറ്റത്തില്ല. എടാ, നിങ്ങൾ ഈ പറയുന്ന അത് ഒരു IAS ആരും വിചാരിച്ചാലൊന്നും ഒരു പ്രധാനമന്ത്രി ആവത്തില്ല, ഒരു മുഖ്യമന്ത്രിയും ആവത്തില്ല. അതിന് അയാൾ 1000 കണക്കൂട്ടൽ 10000 കണക്കൂട്ടൽ ഓരോ ദിവസവും നടത്തണം. ആൾക്കാർ പറയും അതൊരു വലിയ ഈസി മെത്തേഡാണ്. 1000കണക്കിന് ചതുരംഗ കളികളുടെ പരിണിത ഫലമാണ്. മനസ്സിലായോ? ലക്ഷക്കണക്കിന്. ഇത് ആലോചിച്ചോണം. നിങ്ങൾ ഈ പറയുന്ന വിജയം ഒരു ദിവസം കഴിഞ്ഞ് വരുവാന്നല്ല, ഞാൻ അതിനാണ് ഇത് പറയുന്നത്. ഈ പറയുന്ന ഇദ്ദേഹം ആയാലും ശരി, തൻ്റെ ജീവിതത്തിൽ ഡൗൺ സിൻഡ്രോം ഉണ്ടായ ഒരു മനുഷ്യൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, അതായത് അടുത്ത പോയിന്റ് ഞാൻ പറയാം, പിന്തുണയുടെ ശക്തി. ഞാനത് പറയുമ്പോഴാണ് ഞാനത് പറയാൻ വന്നത്. നിങ്ങളത് അടിച്ചു കളഞ്ഞു, ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. കാരണം ഞാൻ പിന്തുണ തരുന്നത് കൊണ്ട് മാത്രം കടന്നു വരുക. അതിനകത്ത് എനിക്കൊരു സംശയമില്ല. നിങ്ങൾ ഈ 6 വർഷം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6 വർഷവും പപ്പ രാവിലെ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നോ? അന്നേരം പിന്തുണയുടെ ശക്തി എവിടുന്ന് കിട്ടും? നല്ല സുഹൃത്തുക്കൾ കിട്ടിയാൽ മതി, നല്ല കുടുംബം കിട്ടിയാൽ മതി, നല്ല മാതാപിതാക്കൾ ഉണ്ടായാൽ മതി. മനസ്സിലായോ? എന്നിവരുടെ പിന്തുണ, ഇവരുടെ എല്ലാം പിന്തുണ നിങ്ങൾക്ക് എന്തിന് കാരണമായി മാറും? സക്സസിന് കാരണമായി മാറും. മനസ്സിലായോ? അപ്പം പിന്തുണ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായിരുന്നു കൃഷ്ണന്. മനസ്സിലാവുന്നോ? അന്നേരം അയാൾക്കടുത്ത ലോകത്തെ ഞെട്ടിച്ചയാൾ എങ്ങനെയാണെന്നറിയാം? ലോകം അയാളോട് വിധി എഴുതിയത് നിങ്ങൾക്ക് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരാളാണ്, നിങ്ങളെ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഐറാമൺ ട്രയാക്ലോൺ, എന്തായിരുന്നു അതിൻ്റെ പേര്? ഐറാമൺ ട്രയാട്രോളോ അങ്ങനെ പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഓട്ടമുണ്ട്, നീന്തലുണ്ട്, മനസ്സിലാവുന്നോ? സൈക്ലിംഗ് ഉണ്ട്. ഇതെല്ലാം ചവിട്ടി അസാധാരണമായ രീതിയിൽ ഇദ്ദേഹം വിജയിച്ചാൽ മാത്രമേ അതിന് അർഹനായി തീരൂ. മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ ഇവൻ ചെയ്തു. എങ്ങനെ? ഈ ഡൗൺ സിൻഡ്രോമിൽ. ഒരിക്കലും ലോകത്താരെങ്കിലും ചിന്തിക്കൂ? അസാധ്യമായ കാര്യം അവനവൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കും. എങ്ങനെ? സ്ഥിരമായ പ്രാക്ടീസിലൂടെ. ഹായ്, നമസ്കാരം. മനസ്സിലായോ? സ്ഥിരമായ പ്രാക്ടീസിലൂടെ, അതോടൊപ്പം തന്നെ അവൻ്റെ ഡിറ്റർമിനേഷനിലൂടെ, അവൻ്റെ പെർസിസ്റ്റൻസിലൂടെ, അവൻ്റെ ക്ലാരിറ്റിയിലൂടെ, അവൻ്റെ ട്രെയിനിങ്ങിലൂടെ, അവൻ്റെ പ്രാക്ടീസിലൂടെ, അവൻ്റെ ഫോക്കസിലൂടെ, അവൻ്റെ ഡിസിപ്ലിനിലൂടെ. മനസ്സിലായോ? അതിനകത്ത് വേറെ സക്സസിൻ്റെ മാർഗമൊന്നുമില്ല. നിങ്ങൾ ഈ പറയുന്നതിൻ്റെ കൂട്ടൊരു പിന്തുണ ഇതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും കൊടുത്താൽ, അപ്പം നിങ്ങൾ ആലോചിച്ചോണം. ഞാൻ ഈ പറയുന്നത് കൃത്യമായി കുട്ടികൾ കേട്ട് അവരുടെ മാതാപിതാക്കൾ അവർക്ക് ആ തലത്തിലേക്ക് മാറ്റാൻ തയ്യാറായാൽ എനിക്ക് സംശയമില്ല, എൻ്റെ നാട്ടിലെ കുട്ടികളെല്ലാം രാവിലെ എൻ്റെ കൂടെ നടക്കാൻ പറ്റും. മനസ്സിലായോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ വിജയിക്കണമെന്ന് അവരെ തോന്നിപ്പിക്കണം. അപ്പൊ ഐറാമൺ ട്രയാത്തോൾ എന്നാണ് പറയുന്നത് കേട്ടോ. ഐറാമൺ എന്താ പറഞ്ഞേ? ട്രയാത്തോൾ എന്ന് പറയുന്ന സാധനം എന്താന്ന് ചോദിച്ചാൽ ഈ 3 എണ്ണത്തിലും ഏറ്റവും ടോപ്പ് ആകുന്ന വളരെ കഠിനപരമായ ഒരു മത്സരമാണ്. അതിലവൻ ജയിച്ചു. മനസ്സിലാവുന്നു? ഇതെങ്ങനെയാ വിജയിച്ചതെന്ന് ചോദിച്ചാൽ സ്ഥിരതയുടെ, അച്ചടക്കത്തിന്റെ, ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്. മനസ്സിലാവുന്നോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സ്വപ്നവും നിങ്ങൾക്ക് കാണാനുള്ള അവകാശമുണ്ട്. മമ്മൂട്ടി സ്വപ്നം കണ്ടു. മമ്മൂട്ടി സ്വപ്നം കണ്ടപ്പോൾ എന്ത് ചെയ്തു? അവൻ കേരളം വിട്ട് ചെന്നൈയിലെ ഓരോ നടന്മാരുടെയും വീട്ടിൽ വായി നോക്കി കയറി. മനസ്സിലായോ? ഓരോ നായകന്മാരുടെ, സംവിധായകന്മാരുടെ വീട്ടിൽ പോയി അയാൾ പറഞ്ഞു, ഒരു കാലിന് ഏന്തലുള്ള ഒരുത്തൻ ഇന്ന് സിനിമാ ഫീൽഡ് പിടിച്ചടക്കി. മോഹൻലാൽ അതുപോലെ വന്നു, മമ്മൂട്ടി വന്നു. ജീവിതത്തിൽ ഇഷ്ടം പോലെ ഇപ്പോഴത്തെ ആ ചെറുപ്പക്കാർ പിള്ളേർ വന്നു. കാരണം എന്താ? കഠിനമായ അച്ചടക്കം. കാരണം അവർ തന്നെ ആ സോഷ്യൽ മീഡിയയിലൂടെ എന്തുമാത്രം സാധനങ്ങൾ ചെയ്ത, എന്തോ എൻ്റെ പേര്? ഹാഷിർ. മനസ്സിലായോ? ആരും ഒരു ദിവസം കൊണ്ട് ഒരു വിജയവും ഒരു ദിവസം കൊണ്ട് വരത്തില്ല. സ്ഥിരതയും അച്ചടക്കവും ഉണ്ടാവണം.
മനസ്സിലായോ? അസാധ്യം എന്ന് പറയുന്നത് ഇന്ന് ഇപ്പൊ ഒരു കണ്ടീഷൻ അങ്ങ് പറയാം. അസാധ്യം എന്ന് പറയുന്ന ഇറ്റ്സ് ആൻ ഒപ്പീനിയൻ. എന്തോ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അഭിപ്രായം മാത്രമാണ്. മനസ്സിലായോ? ഇറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. എന്തോ അസാധ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ഒരു അഭിപ്രായം മാത്രമാണ് അസാധ്യം എന്ന് പറയുന്നത്. എന്നെ കൊണ്ട് അത് കഴിയില്ല എന്നുള്ളത് ഒരു അഭിപ്രായം മാത്രമാണ്, അസാധ്യമല്ല. മനസ്സിലാകുന്നോ? അതും പോസിബിൾ ആണ്. മനസ്സിലായോ? അത് യാഥാർത്ഥ്യമല്ല. അവിടെ എന്തോ വേണം? റിയാലിറ്റി. അവിടെ എന്ത് ചെയ്യണം? സ്ഥിരതയും അച്ചടക്കവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾ വിജയിക്കും. ഡൗട്ടുണ്ടോ? ഇല്ല. ഇത് ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് തന്നെ ഒരു കാര്യം ആലോചിച്ചോണം. ഞാൻ കൃത്യമായി നിങ്ങളില്ലേലും ഞാൻ എന്ത് ചെയ്യും? ഞാനിപ്പോൾ നീ ഇല്ല, കൊച്ചുങ്ങൾ എഴുന്നേറ്റില്ല, ഞാൻ ലിനിയെ വിളിച്ചോണ്ടായാലും നടക്കും. നിങ്ങൾ വരും, 98% നിങ്ങൾ വന്നിട്ടുണ്ട്. ആ നടക്കുന്നത് കൊണ്ട് എൻ്റെ ചാനൽ ഇതെന്തോ ഇത് മോണിറ്റൈസ്ഡ് ആയി. വലിയ എമൗണ്ട് കിട്ടിയില്ലേലും ഞാൻ തീരുമാനിക്കുന്നത്, എനിക്ക് ഉള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ആയിട്ടുള്ള ഓഡിയൻസ്. ഞാൻ കോമാളിത്തരം കാണിച്ചു ഒന്നും അല്ലല്ലോ ഇതിനകത്ത് ചെയ്യുന്നത്. ഞാൻ പറയുന്ന കൃത്യമായ കാര്യമാണ്. ഒരാളെ എങ്ങനെ പോസിറ്റീവ് ആക്കാം, എങ്ങനെ സമൂഹത്തിന് നല്ലൊരാളാക്കി മാറ്റാം, എങ്ങനെ അവന് വിജയിക്കാനുള്ള തന്ത്രങ്ങൾ. ഞാൻ ഈ പറഞ്ഞ വീഡിയോസ് ഇത് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, നെല്ലീസ് ഫാമിലി ടോക്ക്. അതിനകത്ത് ദിവസവും ഞാൻ ഇടും. അങ്ങനെ 100 കണക്കിനായി. പക്ഷെ ഇപ്പോൾ ഏതാണ്ട് 1000 പുറത്ത് ആൾക്കാരത് സബ്സ്ക്രൈബ് ചെയ്ത്. ഒരു ദിവസം ഞാൻ വിജയിക്കുമ്പോൾ ഈ സാധനം ഒറ്റ ദിവസം കൊണ്ട് മില്യൻസിൽ പോകും. മനസ്സിലായി? പക്ഷെ ലൈവ് എല്ലാം കട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ഇരുന്നത്. ഒരു കാര്യം എൻ്റെ നേഹ ആലോചിച്ചോണം. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ യൂട്യൂബ് എന്ന് പറഞ്ഞ കൺസിസ്റ്റൻസി ഉണ്ടാകും. മനസ്സിലാവുന്നു? അപ്പൊ പപ്പ ഇന്ന് പറഞ്ഞേ മനസ്സിലായോ? ആരെ പറ്റിയാ പറഞ്ഞേ? അന്നേരം അദ്ദേഹത്തെ പറ്റി എന്താ പറഞ്ഞേ? ഒരു ഡൗൺ സിൻഡ്രോം സ്ഥാപിച്ച ഒരാൾ ഞാൻ പറയാം. ഒരു മനുഷ്യന്റെ ദേഹത്ത് DNA അകത്ത് 46 ക്രോമസോംസ് ആണുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അതില് 21 പെയറിനകത്ത് ഒരു ക്രോമസോം കൂടെ റിപ്പീറ്റ് ചെയ്യും. ഒരു പേരിൽ 2 ക്രോമസോം ഉള്ളത്. അതാണ് ഇതാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ ട്രിസോമി 21. വെരി ഗുഡ്. ട്രിസോമി 21 എന്നാണ്. ഇതുള്ളവർക്ക് എന്താണ് പഠനത്തില് വൈകല്യം ഉണ്ടാവും. സാധാരണ ആൾക്കാരെ പോലെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. പപ്പ ചിലപ്പോ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ സംടൈം നമുക്ക് മാറ്റാനും പറ്റും ചിലപ്പോ. കാരണം മാറ്റാൻ പറ്റും, രോഗമായിട്ട് മാറ്റാം. പക്ഷെ അവരുടെ ഷേപ്പ് ഒക്കെ ഒന്നും മാറ്റാനൊന്നും ഒരിക്കലും പറ്റത്തില്ല. ഇല്ലില്ല, ഒരിക്കലും പറ്റത്തില്ല. ഞാനല്ല പറഞ്ഞ ക്രിസ്പർ Cas9 എന്ന് പറഞ്ഞ പുതിയ ടെക്നോളജി വരുന്നുണ്ട്. പക്ഷെ അതെനിക്ക് ക്രോമസോം മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അല്ലല്ല, DNA ചേഞ്ചസ് വരുത്താൻ പറ്റും. അതൊരു ജീൻ ടെക്നോളജിയാണ്. അയ്യോ, വെരി ഗുഡ്. മനസ്സിലാവുന്നോ? അതാണ് നമ്മുടെ മുഖം തന്നെ വിജയത്തിന് കൊടുക്കണം. മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഇതിനകത്ത് സംശയമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടോ? ഒറ്റ കാര്യം ഇതിനകത്ത് പപ്പയ്ക്ക് പറഞ്ഞു വെക്കാൻ ഇത്രയേ ഉള്ളൂ. അച്ചടക്കം, സ്ഥിരത. എന്തോ പഠിച്ചോ മോനെ. രാവിലെ എഴുന്നേക്കണോന്ന് വിചാരിച്ചാ എഴുന്നേറ്റിരിക്കണം. ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നീ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ സത്യത്തിൽ രാവിലെ ഡേ ടൈമിൽ ചെയ്യാൻ ഒന്നുമില്ല. ഈ സമയം 6 മണിക്ക് മുമ്പ് എല്ലാ സാധനവും കഴിയും. മനസ്സിലായോ? ഇപ്പൊ തന്നെ ബ്ലഡ് ചെക്ക് ചെയ്യണോ, ഞങ്ങൾ അതെല്ലാം കൊടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ 5 മണിയായപ്പോ അതെല്ലാം പോയി ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? എല്ലാ സാധനവും അതിനു മുമ്പ് തീർത്തിരിക്കണം. രാവിലെ എന്ന് പറയുന്നത് ചുമ്മാ ഉറങ്ങാൻ കിട്ടിയാലും പ്രശ്നമില്ല. ഉറക്കം വരുമ്പോ എപ്പോഴും ഉറങ്ങിക്കും. ഓക്കെ, ബൈ.